ദിനം പ്രതി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പ്രപഞ്ചം, ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മായാവലയം. നമ്മുടെ കാഴ്ചകൾക്കും അറിവുകൾക്കും ചിന്തകൾക്കും ഒരുപാട് അപ്പുറമാണ് പ്രപഞ്ച രഹസ്യം. ആ രഹസ്യങ്ങളുടെ കലവറ തുറക്കാനുള്ള യാത്രകളിലാണ് നമ്മുടെ ശാസ്ത്രലോകം. അവർക്കിടയിലേക്കായിരുന്നു ഡാർക്ക് ഓക്സിജന്റെ കടന്നുവരവ്. സൂര്യപ്രകാശം എത്താത്ത ഇടങ്ങളിലും ഓക്സിജൻ നിർമ്മിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തി. പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ മാത്രമേ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്ന നമ്മുടെ വിശ്വാസം ഇവിടെ പഴങ്കഥയാകുന്നു. എന്താണ് ഡാർക്ക് ഓക്സിജൻ? മനുഷ്യന്റെ ഈ കണ്ടുപിടുത്തം മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ എന്തൊക്കെ? അദൃശ്യമായ ജീവരേഖയാണ് ഓക്സിജൻ. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും ഓരോ ഹൃദയമിടിപ്പും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ചലനവും ഈ മാന്ത്രിക വാതകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഭൂമിയിലെ ഓരോ ജീവനെയും നിലനിർത്തുന്നതും ഓക്സിജനാണ്. സസ്യങ്ങളും ഫ്ലൈറ്റോപ്ലാങ്ക്ടൺ എന്നറിയപ്പെടുന്ന ചെറിയ സമുദ്രജീവികളും പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെയാണ് ഓക്സിജൻ നിർമ്മിക്കുന്നത് എന്നായിരുന്നു അടുത്ത കാലത്ത് വരെ നമ്മുടെ അറിവ്. ഡാർക്ക് ഓക്സിജൻ ഈ വിശ്വാസത്തെ മറികടക്കുന്നു. സൂര്യപ്രകാശം തീരെ എത്താത്ത സമുദ്രോപരിതലത്തിൽ നിന്നും 4000 മീറ്റർ അടി താഴ്ചയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ലോഹ സാന്നിധ്യമുള്ള ഉരുളക്കിഴങ്ങിന്റെ മാത്രം വലിപ്പമുള്ള നൊഡ്യൂളുകൾ എന്ന ലോഹങ്ങളാണ് ഇതിനു പിന്നിൽ. ബാറ്ററികൾ പോലെ പ്രവർത്തിക്കുന്നതിനാലാണ് ലോഹ നൊഡ്യൂളുകൾക്ക് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതെന്ന് ശാസ്ത്രജ്ഞർ. അങ്ങനെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ കടൽ ജലത്തെ ഓക്സിജനും ഹൈഡ്രജനുമായി വിഭജിക്കുന്നു. ഈ പുതിയ അറിവ് ഭൂമിയിലെ ജീവോൽപത്തിയെ സംബന്ധിച്ച പുതിയ കണ്ടെത്തലുകൾക്ക് വഴികാട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, സൂര്യപ്രകാശം എത്താത്ത ഗ്രഹങ്ങളിൽ പോലും ഓക്സിജന്റെ സാന്നിധ്യം തള്ളിക്കളയാനാകില്ലെന്നും ജീവന്റെ നാമ്പുകൾ അവിടെയും പ്രതീക്ഷിക്കാമെന്നും ശാസ്ത്രലോകത്തിന്റെ വിശാല കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്നു. മാംഗനീസ്, നിക്കൽ, ചെമ്പ്, കൊബാൾട്ട് എന്നിവ ചേർന്ന ഈ നൊഡ്യൂളുകൾ വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഓക്സിജൻ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന ജിയോ ബാറ്ററികളായി പ്രവർത്തിച്ചേക്കാം. ഇത് കൂടുതൽ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഈ തിരിച്ചറിവ് ഈ ജൈവവൈവിധ്യത്തിനുണ്ടാക്കാൻ പോകുന്ന ആഘാതവും വലുതായിരിക്കുമെന്ന ആശങ്കയും ഇവിടെ ഉടലെടുക്കുന്നുണ്ട്.